ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജസ് കഫേ. ഇന്ന് നമ്മൾ 3 ടൈപ്പ് ബട്ടർ മിൽക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മസാല ചാസ്, പുദീന ചാസ്, പിന്നെ നമ്മുടെ കേരള ചാസ് സംഭാരം. ആദ്യം നമ്മൾ മസാല ചാസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1 കപ്പ് വെള്ളം, 1/2 കപ്പ് തൈര്, പിന്നെ റോസ്റ്റഡ് ജീര പൗഡർ. ജീര നല്ല റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വയ്ക്കുക. പിന്നെ ബ്ലാക്ക് സോൾട്ട്, കായം ഉപ്പ് എന്ന് പറയും. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ ഒരു 2-3 ഗ്രീൻ ചില്ലീസ്, മുളക്. അപ്പോൾ ആദ്യം ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് മല്ലിച്ചപ്പും പച്ചമുളകും അതിലേക്ക് ഇടുക. പിന്നെ തൈര് 1/2 കപ്പ് ഇടുക. പിന്നെ 1/2 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട്, 1/2 ടീസ്പൂൺ റോസ്റ്റഡ് ക്യുമിൻ പൗഡർ, ജീര പൗഡർ റോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പരുപരപ്പായിട്ട് അരച്ചെടുക്കാം. മിക്സിയിൽ അരച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് എത്ര വെള്ളമാണോ വേണ്ടത്, എത്ര ഗ്ലാസ്സാണോ വേണ്ടത്, അത്രയും ഗ്ലാസ് വാട്ടർ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ 1 ഗ്ലാസ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ മിക്സിയിട്ട് നന്നായിട്ട് എടുക്കുക, അടിച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ചാസ് റെഡിയായി. അത് ഈ സമ്മർ ഡ്രിങ്ക് ആയിട്ട് കുടിക്കാൻ ഭയങ്കര നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഇനി നമ്മൾ അടുത്തതായിട്ട് പുദീന ചാസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1 കപ്പ് വെള്ളം, 1/2 കപ്പ് തൈര്, പിന്നെ ബ്ലാക്ക് സോൾട്ട്, റോസ്റ്റഡ് ക്യുമിൻ പൗഡർ, പിന്നെ അഡീഷണലായിട്ട് നമ്മൾ എടുത്ത് വയ്ക്കുന്ന കായപ്പൊടി, അസഫറ്റീഡ പൗഡർ, അത് എടുക്കും. പിന്നെ പുദീന ഒരു ഹാൻഡ്ഫുള്ള്, പിന്നെ ഒരു 3 പച്ചമുളക്. അപ്പോൾ ഒരു മിക്സി ജാർ എടുക്കുക. എന്നിട്ട് പുദീനയും പച്ചമുളകും ആദ്യം ആഡ് ചെയ്യുക. പിന്നെ തൈര് ആഡ് ചെയ്യുക. പിന്നെ റോസ്റ്റഡ് ക്യുമിൻ പൗഡർ 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുക. ബ്ലാക്ക് സോൾട്ട് 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ അസഫറ്റീഡ പൗഡർ ഒരു പിഞ്ച് മതി. അത് കേട്ടാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അത് വീണ്ടും അടിച്ചെടുക്കുക. മിക്സി ജാർ ഓണാക്കുക. അത് നല്ല അടിയുന്ന വരെ അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വേണ്ടോളം വെള്ളം ഒഴിക്കുക. ഇത് വീണ്ടും അടിച്ചെടുക്കുക. ഈ ചാസ് ഭയങ്കര നല്ലതാണ് വയറിനൊക്കെ. പ്രോബയോട്ടിക്കാണ്. ഗ്യാസ് പ്രോബ്ലം ഉള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സമ്മറിന് ഇത് കുടിച്ചാലും നല്ലതാണ്. ഡൈജഷനും ഉഷ്ണത്തിനും ഒക്കെ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ നമ്മുടെ പുദീന ചാസ് റെഡിയായി. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ കേരള ചാസ് അല്ലെങ്കിൽ സംഭാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തൈര് 1/2 കപ്പ് തൈര്, 1 കപ്പ് വെള്ളം, പിന്നെ സാധാരണ ഉപ്പ്, കറിവേപ്പില 2 എണ്ണം, പിന്നെ 3-4 ചെറിയുള്ളി, പിന്നെ പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനം എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഒരു മിക്സി ജാറിൽ കറിവേപ്പിലയും ഇഞ്ചിയും പിന്നെ അതൊക്കെ ഇടുക. പിന്നെ തൈര് ഇടുക. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പിടുക. അതൊക്കെ കൂടിയിട്ട് അടിച്ചെടുക്കുക. ചതച്ചെടുക്കുക ചെയ്യുക. എന്നിട്ട് അരച്ചിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അരച്ചിട്ടെടുക്കാം. എന്നിട്ട് വെള്ളം അടിച്ചിട്ട് വീണ്ടും അടിക്കുക. എന്നിട്ട് കുടിക്കുക. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. ഈ സമ്മറിന് ഈ 3 ഡ്രിങ്ക് വല്ലപ്പോഴും കുടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം പ്ലീസ് ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.